വടകരയിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് ജാമ്യം നിഷേധിച്ചതോടെയാണ് പ്രതി ജില്ലാ കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജിതിൻ ഇപ്പോൾ എന്തൊക്കെ വാദങ്ങളായിരിക്കും ജില്ലാ കോടതിയുടെ മുന്നിൽ വയ്ക്കുന്നത് ജാമ്യത്തിനായി? ഈ കേസിൽ നമുക്കറിയാം നിർണായകമായ കേസാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടത്തിലേക്ക് എത്താൻ സഹായകമാകുന്ന ആൾ ജിതിൻ ഭാസ്കറാണ്. CPM തിരുത്തി ലോക്കൽ കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കർ ആയിരുന്നു. ജിതിൻ ഭാസ്കറിനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇതിനുശേഷം ചോദ്യം ചെയ്യലിലാണ് ജിതിനാണ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്ന് ജിതിൻ ജാമ്യാപേക്ഷ വടകര ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യാപേക്ഷ നിഷേധിച്ചതിനെ തുടർന്നാണ് ജിതിൻ ജില്ലാ സെഷൻ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ജാമ്യ അപേക്ഷ പരിഗണിക്കും. ജിതിൻ്റെ അഭിഭാഷകൻ പ്രധാനമായി ഉന്നയിക്കുന്നത് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത് തുടർന്ന് ജിതിൻ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതാണ്, പോലീസുമായി സഹകരിച്ചതാണ്. പ്രതിക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം അനുവദിക്കണമെന്നാണ് ജിതിൻ്റെ അഭിഭാഷകൻ നേരത്തെയും ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം അന്വേഷണ സംഘം പറയുന്നത് ജിതിന് പിറകിൽ വ്യക്തമായ ഒരു കേന്ദ്രം ഇതിലുണ്ട്. ഈ ഒരു കാഫി സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് വ്യക്തമായ ആരുടെയോ നിർദ്ദേശപ്രകാരമാണ്. ഇതാരാണെന്ന് വ്യക്തമാവാൻ ഇനിയും കസ്റ്റഡിയിൽ വേണ്ടിവരും. പ്രതിക്ക് ഇപ്പോൾ ജാമ്യം നൽകിയാൽ തന്നെ ഇത് തെളിവുകൾ കൂടുതലായി നശിപ്പിക്കപ്പെടുമെന്നാണ് SIT അംഗങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. ഈ കാരണത്താലാണ് വടകര കോടതിയിൽ നിന്നും ജാമ്യം തള്ളിയിരുന്നത്. ഇന്ന് നമുക്ക് അറിയാം ജില്ലാ കോടതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതേ വാദം തന്നെയാണ് നമ്മുടെ പ്രോസിക്യൂഷൻ വാദിക്കുക. നേരത്തെ തന്നെ ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തിരുന്നു. ഫോണിലായിരുന്നു നിർണായക തെളിവുകൾ ഉണ്ടായിരുന്നത്. ഫോണിൽ നിന്നും 200-ലേറെ പേർക്ക് മെസ്സേജ് അയക്കുകയും കാഫി സ്ക്രീൻഷോട്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഉൾപ്പെടെ റീസെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ ഫോൺ നേരത്തെയുള്ള ജില്ലാ ലാബിൽ നിന്നാണ് ഈ പരിശോധന ഫലം വന്നിരുന്നത്. സംസ്ഥാന ലാബിലേക്ക് അയക്കുകയും ഫോണിൽ നിന്നും കൂടുതൽ വിവരം ലഭിക്കാനുണ്ടെന്നുമാണ് SIT അംഗം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്നും ജില്ലാ കോടതിയിലും SIT സംഘം ബോധിപ്പിക്കുക. പ്രതിയെ ജാമ്യത്തിൽ വിടരുതെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നാണ് ജില്ലാ കോടതിയിലും SIT അംഗം വാദിക്കുക. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ജിതിനോട് അടുത്തെത്തിയപ്പോൾ തന്നെ CPM പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നിലവിൽ അവർ പറയുന്നത് വേട്ടയാടുകയാണ്, CPM അംഗങ്ങളെ വേട്ടയാടുകയാണ്, ഇതിന് പിന്നിൽ UDF-ഉമാണ്, യൂത്ത് കോൺഗ്രസുമാണ് എന്നുള്ള ആരോപണമാണ് CPM ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് വടകരയിൽ കാഫിറിൻ്റെ യഥാർത്ഥ പ്രതികളെ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതികളെ വിചാരണ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് RMPയുടെയും RMPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ വിചാരണയും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം കാഫിറിൻ്റെ ഉറവിടത്തിലേക്ക് നേരിട്ടെത്തണമെങ്കിൽ ഈ ഒരു പ്രതിയിൽ കൂടുതലായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനും ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വടകരയിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. കോഴിക്കോട് നിന്നും രേഷ്മയാണ് വിവരങ്ങളുമായി ചേർന്നത്.